ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ വിശേഷം നമുക്ക് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് ന്യൂസസ്, ഗ്ലോബൽ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് ഇതെല്ലാം പരിശോധിച്ച ശേഷം ഇന്നത്തെ പ്രീ മാർക്കറ്റിൽ എന്തായിരിക്കും നിഫ്റ്റിയിലെ ഒരു മൂവ്മെൻറ്റ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അപ്പം ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് ദിവസം നോക്കുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ്. ബട്ട് നാസ്ഡാക്ക് ആൻഡ് S&P 500 ക്ലോസിംഗ് വന്നിട്ട് നെഗറ്റീവ്ലി ആയിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ് ടോട്ടലി റെഡിൽ ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി സ്ലൈറ്റ്ലി 20 പോയിന്റ്സ് അപ്സൈഡ് ആണ്. ജാപ്പനീസ് മാർക്കറ്റ്സും ചെറിയ രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ നേടുന്നുണ്ട്. ഇപ്പം US-ൻ്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഇറാനിൽ എന്താണ് യുദ്ധം സാധ്യതകൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഭയങ്കര അൺസർട്ടൺ ആണ്. നമ്മുടെ മാർക്കറ്റ് ആണെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും തുമ്മിയാലൊന്ന് മതി, നമ്മുടെ മാർക്കറ്റ് ഒന്ന് എന്ത് സംഭവിക്കും, സെല്ലിംഗ് പ്രഷർ നേടും. നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു പൊതുവായ ധാരണയാണ്. അപ്പോൾ ഇന്നലെ എനിക്കും 2-3 സ്റ്റോക്സ് സെല്ലിംഗ് പ്രഷറിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് പാർട്ട് ഓഫ് ദി ഗെയിം നമ്മളത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സ്റ്റോപ്പ് ലോസ് അടിച്ചു, നമ്മൾ ഇറങ്ങി. സോ കഴിഞ്ഞ 1-2 ആഴ്ചയായി ഈ മൊമെൻറ്റം ട്രേഡ്സ് ഒന്നും വർക്കാവുന്നില്ല. മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് അപ്സൈഡ് പോവും, തിരിച്ചിറങ്ങുന്നു എന്നൊരവസ്ഥയിലായിരുന്നു. സോ നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു പിക്ചർ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ അറിയാം വളരെ റെഡായ ഒരു ക്ലോസിംഗ് ആയിരുന്നു. ആൻഡ് മാർക്കറ്റ് ഒരു ലോ 25,387 നിന്നാണ് ഒന്ന് അപ്സൈഡ് പോയിരിക്കുന്നത്. ഒന്ന് നിൽക്കുന്ന ഈ റേഞ്ച് എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഒരു സപ്പോർട്ട് റേഞ്ച് തന്നെയാണ്. ഒരു ഗ്യാപ്പ് അപ്പ് വന്ന ശേഷം മാർക്കറ്റ് ഹോൾഡ് ചെയ്ത ഒരു സോണാണ് മുന്നേ. അപ്പം ഒരു സപ്പോർട്ട് റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്ന് ഏകദേശം നമുക്കൊന്ന് പറയാം. അപ്പോൾ 15 മിനിറ്റിൽ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ ബേസ് അത്യാവശ്യം നല്ല നെഗറ്റീവ് തന്നെയാണ്. ഒരു ഗ്യാപ്പ് അപ്പ് തന്നാലും ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. 25,111 എന്ന ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താവുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. അതായത് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താവുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ താഴത്തെ ലോവർ ലെവൽസും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. 24,750. അപ്പോൾ ഈ 2 റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്തിക്കൂടായികയില്ല. സോ ഞാൻ എന്തായാലും വലിയ ട്രേഡ്സ് ഒന്നും ഇനിഷ്യേറ്റ് ചെയ്യത്തില്ല. മാർക്കറ്റ് പെർഫോം ചെയ്യട്ടെ. അപ്പം നമുക്കറിയത്തില്ല എന്താണ് മാർക്കറ്റ് കരുതി വയ്ക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പം യുദ്ധഭീതി ഉണ്ടെന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് ഡൗൺ സൈഡ് വരും. നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം സെല്ലിംഗ് പ്രഷർ നേരിടുന്ന ഒരു മൂവ്മെൻറ്റ് കുറേ കാലമായിട്ട് അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും മാർക്കറ്റിൽ ഇന്ന് കൂടുതൽ ട്രേഡ്സ് എടുക്കാതെ നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്യുക. എന്താണ് ഇങ്ങനത്തെ അവസ്ഥകളിൽ മാർക്കറ്റ് പെർഫോം ചെയ്യുന്നതെന്ന് പഠിക്കാൻ ശ്രമിക്കുക. അതപ്പോൾ സിമിലർലി ഇനിയുള്ളൊരു ഇവൻറ്റ്സിൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്ലാന് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇന്ന് ന്യൂസസ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ബനാറ ബെയറിംഗ്സ് പിസ്റ്റൻസ്, RPR ഡിഫൻസ്, SRE സൂൾസ് എന്ന കമ്പനികളിലേക്ക് റിസൾട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. ABB ഇന്ത്യയുടെ റിസൾട്ട് ക്വാർട്ടർലി ഏർണിംഗ്സ് വന്നപ്പോഴത്തേക്കും പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട്. റവന്യൂവിന് ഗ്രോത്ത് ഉണ്ട്. CIE ഓട്ടോമോട്ടീവ് ഇന്ത്യക്കാണെങ്കിൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, റവന്യൂ ജമ്പും ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസുമാണ്. വാരി എനർജീസ് ആന്ധ്രാപ്രദേശും മറ്റു ഗവൺമെൻറ്റുകളായിട്ട് ബന്ധപ്പെട്ട് പ്രപ്പോസ്ഡ് ഗ്രീൻഫീൽഡ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയുടെ ഡിസ്കഷൻസ് ഓൺഗോയിങ് ആണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഓൺഗോയിങ് ആയിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പം അതും ഒന്ന് ദിവസം ന്യൂസ് ആയിട്ടുണ്ട്. പിന്നെ റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് 35.54 കോടിയുടെ ഒരു ഓർഡർ റെയിൽവേ സിഗ്നലിംഗ് പ്രൊജക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ കുറച്ച് ന്യൂസുകൾ നടത്തിയിട്ടുണ്ട്. പിന്നെ സൈഡസ് ലൈഫ് സയൻസിൻ്റെ പ്ലാന്റിൽ ഒരു പ്രീ അപ്രൂവ്ഡ് ഇൻസ്പെക്ഷൻ US FDAയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടായത് ഇൻജക്റ്റബിൾ മെഡിക്കൽ ഡിവൈസസ് കമ്പനിയിൽ നിർമ്മിക്കുന്ന അതിൻ്റെ ഒരു ഫെക്കൽറ്റിയിലാണ് ഉണ്ടായിട്ടുള്ളത്, അഹമ്മദാബാദിൽ. അതൊക്കെ പ്രൊസീജിയറായിട്ടുള്ള കാര്യമാണ്, ഓൺഗോയിങ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന കാര്യമാണ്. സോ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ന്യൂസസ് കുറവാണ് വളരെയധികം. അപ്പം സ്റ്റോക്സ് ഇന്ന് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പം നമുക്ക് എന്തായാലും വാച്ച് ലിസ്റ്റിൽ നമ്മൾ സ്റ്റോക്സ് ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യണമെന്ന് നോക്കിയിട്ടൊക്കെ എടുക്കാനായിട്ട്. സോ ഇതിൻ്റെ പതഞ്ജലി ഇതൊക്കെ ഞാൻ ട്രേഡ് എടുക്കാതെ വച്ചിരിക്കുന്ന സ്റ്റോക്കായിരുന്നു. ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് തിരിച്ചു കയറുന്ന ഒരു കമ്പനിയായിട്ട് പതഞ്ജലിയൊക്കെ ഞാൻ വച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഹൈ എൻഡ് റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഒരു ഡിമാൻഡ് എടുത്ത് അപ്സൈഡ് കയറുന്ന ഒരു സ്റ്റോക്കായിരുന്നു പതഞ്ജലി. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇങ്ങനെ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ബട്ട് ഇന്നൊന്നും എന്തായാലും പ്രത്യേകിച്ച് ഇനിഷ്യേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അത്രയും നല്ലൊരു സെറ്റപ്പ് ഒന്നും എനിക്ക് തോന്നുന്നില്ല, പല ഇതിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. മാർക്കറ്റ് ആകെ പാനിക് സിറ്റുവേഷനിലാണ്. നിയോജൻ കെമിക്കൽസ് കണ്ടില്ലേ, അത്യാവശ്യം നല്ല കമ്പനികളുണ്ട്. പക്ഷേ മാർക്കറ്റ് സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ എക്സ്പോഷർ മാർക്കറ്റിലേക്ക് തൽക്കാലം കൊടുക്കേണ്ട എന്നുള്ള ചിന്തയിലാണ് ഞാൻ നിൽക്കുന്നത്. നിയോജൻ കെമിക്കൽസിൻ്റെ വാച്ച് ലിസ്റ്റിലുണ്ട്. പല കമ്പനികളും വാച്ച് ലിസ്റ്റിലിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് നോക്കാം ഇനിയുള്ള ദിവസങ്ങൾ എന്താവും എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുത്ത ശേഷം മാത്രമേ കൂടുതൽ സ്റ്റോക്സിൽ നമ്മൾ പൈസ അല്ലെങ്കിൽ എമൗണ്ട് ഇട്ടിട്ട് കാര്യമുള്ളൂ. എന്തായാലും ഒന്ന് വാച്ചിലിടുക. ഇന്നത്തെ ദിവസം കൂടുതൽ ട്രേഡ്സ് ഇനിഷ്യേറ്റ് ചെയ്യാതെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് മാത്രം വാച്ച് ചെയ്തിരിക്കുക. നമുക്കതെന്തായാലും ഭാവിയിൽ 2-3 ദിവസത്തിനുള്ളിൽ ഇതിലൊരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ സ്റ്റോക്സ് എല്ലാം വാച്ച് ലിസ്റ്റ് ഇടുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഞാനും അത് തന്നെ ചെയ്യുന്നത്. ഇൻഡസ് ടവേഴ്സ്, അങ്ങനെ പല സ്റ്റോക്സ് ഞാൻ വാച്ച് ലിസ്റ്റ് ഇട്ട് മൂവ്മെൻറ്റ്സ് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രം ഇന്നത്തെ ദിവസം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, സോ കാണാം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനൽ ഓപ്പൺ ആണ് സ്റ്റിൽ. ഇനിയും ഒരുപാട് പേര് ജോയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ കൂടുതൽ നല്ല നല്ല ഡിസ്കഷൻസൊക്കെ നമുക്ക് ആളുകൾ 100-200 പേരൊക്കെ ജോയിൻ ചെയ്ത ശേഷം തുടങ്ങാം. അപ്പോൾ എന്തായാലും മാക്സിമം പേര് ജോയിൻ ചെയ്യുക. ആൻഡ്
ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ചാനൽ ഡിലീറ്റ് ആയ ശേഷം എന്നാലും ഫാസ്റ്റായിട്ട് എല്ലാ മെമ്പേഴ്സും എത്തിയിട്ടുണ്ട്, തിരിച്ച് ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. എന്നാലും അറിഞ്ഞുകൂടാത്ത ആളുകൾ ഈ ചാനലിലേക്ക് വീണ്ടും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.